ഹലോ എവരിവൺ. അപ്പോൾ ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് നിഴൽ വ്യാപാരികൾ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് മൂവിയുടെ കാസ്റ്റ് ആൻഡ് ക്രൂ ആണ് അല്ലേ? രണ്ട് പടങ്ങൾ. അത് ഞാൻ പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഓഫ് മൂവിന്ന് 2 പടങ്ങളുണ്ട്, സ്വാലിഹും ദി മെർച്ചന്റ് ഓഫ് ഷാഡോയും. അതിന്റെ കാസ്റ്റ് ആൻഡ് ക്രൂ ആണ് നമ്മുടെ ഒപ്പം ഉള്ളത്. വെൽക്കം. ആദ്യം തന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ഞങ്ങളതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളിലാണ് ഉള്ളത്. ഈ സിനിമ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര സ്പെഷ്യലാണ്. ഞങ്ങളുടെ സ്വന്തം PRO വർക്കുകൾ 15 വർഷമായി സിനിമ ഫീൽഡിലും ദൂരദർശനിലൊക്കെ ഒരുപാട് പ്രോഗ്രാം ചെയ്ത ഷെജിൻ നിങ്ങളൊപ്പം ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസൻസ് തന്നെ നിങ്ങൾക്ക് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ഒരുപാട് ഈ പബ്ലിസിറ്റിക്കുള്ള ഒരുപാട് കാര്യങ്ങൾ വരും. അദ്ദേഹം നായകനാവുന്നു. പിന്നെ പറവൂരിൻ്റെ സ്വന്തം സിദ്ദിഖ് എന്ന് പറഞ്ഞ ഒരു ഡയറക്ടർ. ഇത് എത്രാമത്തെ സിനിമയാണ്? എന്നെ ഒരു 4 സിനിമ കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഷെജിൻ ഞാനും കൂടി ഇതിന്റെ ആദ്യഘട്ടങ്ങൾ മുതലുള്ള ചർച്ചകളിലുള്ള ഒരാളാണ്. അത് ഇതിന്റെ ഒരു കാലഘട്ടം പോലെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി സത്യത്തിൽ ഇതിന്റെ പ്രൊഡ്യൂസറെ അന്വേഷിച്ച് നടന്നിരുന്നു, ഇതിന്റെ നായകനെയൊക്കെ അന്വേഷിച്ച് നടന്നിരുന്നു. അങ്ങനെ നായകനെ അന്വേഷിച്ചിട്ട് ഒരുപാട് ആൾക്കാർ എന്നെ ഈ ഷെജിൻ എന്നെ പരിചയപ്പെടുത്തി ഫോട്ടോസൊക്കെ അയച്ചു തന്നു. അപ്പൊ ഞാൻ ആദ്യം നോക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ കഥാപാത്രത്തിന് അനുയോജ്യമായ രൂപം ഉണ്ടോ എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 50% നമ്മളുടെ ഒരു അച്ചീവ് ചെയ്തു. പിന്നെ ബാക്കിയുള്ളത് ഇത്. അപ്പൊ നമ്മൾ ഈ വരുന്ന ആൾക്കാരൊന്നും അങ്ങനെ സൂട്ടായിട്ട് തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ അങ്ങനെ പെൻഡിങ്ങിൽ വെച്ചു. പിന്നെ അതിനുശേഷം ഞങ്ങൾ ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകത്തെ അപ്പോഴും കണ്ടെത്തിയിരുന്നില്ല. പ്രൊഡ്യൂസർ ഷെജിനാണ് നമുക്ക് ഈ പരിചയപ്പെടുത്തുന്നത്. ഞങ്ങൾ തമ്മിൽ ഒരു ഫോൺ ചെയ്തു സംസാരിച്ച് 2 പ്രാവശ്യം അപ്പോയിൻമെന്റ് ഫിക്സ് ചെയ്ത് പറഞ്ഞുള്ളൂ. ഞങ്ങൾ ചെന്നിട്ട് ഏതാണ്ട് ഒരു 10-30 മിനിറ്റാണ് ഞങ്ങൾ അവിടെ ചെലവഴിച്ചപ്പോൾ ഞങ്ങളെ കെമിസ്ട്രി വർക്കായി. പുള്ളി ഈ കാര്യം മനസ്സിലായി. അപ്പം ഇങ്ങനെ സിനിമയിലേക്ക് ഞങ്ങൾ എടുത്തു ചാടുകയുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഈ പറഞ്ഞ ഷെജിനോട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ രൂപം ഈ പറഞ്ഞ കഥാപാത്രം സതീശൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തിന് അനുയോജ്യമാണ്. അപ്പോൾ നിങ്ങൾ 10-15 വർഷമായിട്ടുള്ള ഈ സിനിമാ രംഗത്ത് നിൽക്കുന്നത്, പല സിനിമകളിലും അഭിനയിക്കുകയും പല സിനിമകളിലും ഡബ്ബിയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരല്പം ഞാൻ ആദ്യം പറഞ്ഞത് കുറച്ച് കനമുള്ളൊരു കഥാപാത്രമാണ് ഈ സതീശൻ. അപ്പോൾ അദ്ദേഹത്തിന് മലയാള സിനിമകളിൽ അദ്ദേഹത്തിന്റെ നക്ഷത്രങ്ങൾ പതിയിട്ടെന്ന് അങ്ങനെ തീരുമാനിക്കണേ ചെയ്യുന്നുണ്ട്. ചലഞ്ചുകൾ ഏറ്റെടുക്കാനായിട്ടുള്ള ഒരു ഇതുണ്ട്. പക്ഷെ ആദ്യം പുള്ളിയോട് പറഞ്ഞൊരു കാര്യം, ഇതില് സതീശൻ മഴ നനഞ്ഞ് നടക്കുന്നൊരു സീനുണ്ട്. അപ്പോൾ ആളാദ്യം കൊണ്ട് പറഞ്ഞ്, എനിക്ക് ഈ മഴ നനയുന്ന സീൻ അവസാനം ആക്കി തരണം. മഴ നനഞ്ഞാൽ എനിക്ക് പനി പിടിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ ഒരു കാര്യം നമുക്ക് മനസ്സിലായി സിനിമ കഴിഞ്ഞപ്പോൾ, ഇദ്ദേഹത്തിന്റെ അവസാനമാണ് മഴയുടെ എടുത്തത്. ഈ 4-2 പൈപ്പ് മോട്ടർ വെച്ചിട്ടാണ് മുകളിലേക്ക് 2 അടിക്കുന്നത്. അടിച്ച അത്രയും മഴ 1 മണിക്കൂർ കൊണ്ടിട്ടും ഇദ്ദേഹത്തിന് പനി പിടിച്ചില്ല. അങ്ങനെ പനി മാറി. അങ്ങനെ രാത്രി 12 മണിക്ക് മോട്ടർ വെച്ച് വെള്ളം അടിക്കുമ്പോൾ എവിടേക്കൂടെ പോകണമെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ 1 മണിക്കൂറൊക്കെ ഷൂട്ട്. ഈ സിനിമ ഇറങ്ങി കഴിയുമ്പോൾ തരുൺ മൂർത്തി പറഞ്ഞ പോലെ ഷെജിന്റെ കഥകളായിട്ട് ഒരുപാട് ഇങ്ങനെ ഓരോ ബൈറ്റായിട്ട് ഇങ്ങനെ റീൽസുകളായിട്ട് ഷെജിൻ അനുഭവിച്ച യാതനകൾ, പനി ഒന്നില്ല, അങ്ങനെ യാതനകളൊന്നും. ഷെജിനോട് ഞാൻ പറഞ്ഞു, ഷെജിൻ കോസ്റ്റ്യൂമിൽ നടക്കുമ്പോൾ ഒരു കാരണവശാലും ഭക്ഷണം കഴിക്കുമ്പോൾ ആ കോസ്റ്റ്യൂം ഇട്ട് കിടക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ ഞാനൊരു ദിവസം നോക്കിയപ്പോൾ ഒരു പുതപ്പിട്ട് മൂടി ഒരാൾ വരും. ഈ കണ്ണ് മാത്രമേ കാണുന്നുള്ളൂ. അത് ഞാൻ ചോദിച്ചാൽ ആരുടെ നിങ്ങൾ. അപ്പൊ ഇദ്ദേഹം ആദ്യം ഞാൻ പറഞ്ഞതിന് ശേഷം ഇദ്ദേഹം ചോറ് തിന്നപ്പോൾ ഇദ്ദേഹത്തിന്റെ ഷർട്ടില് എന്തോ ഈ കറിയുടെ എന്തോ സാധനമായി. അപ്പൊ നമ്മള് പുള്ളി ഞങ്ങൾ അങ്ങനെ അത്ര കെയർ ചെയ്തില്ല. നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില സൂക്ഷ്മമായ ഫെസ്റ്റിവലിനെ പെടുന്ന പടം ആകുമ്പോ സൂക്ഷ്മമായ ചെറിയൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കും. അതിനൊരു വിഷയം വെച്ചിട്ടില്ലേ, അത് എനിക്ക് എന്നോട് പല ആൾക്കാർ പറഞ്ഞിട്ടിങ്ങനെ ജൂറി ആയിട്ടുള്ള ആൾക്കാരൊക്കെ താൻ കെയർലെസ് ഒക്കെ ആയിട്ട് സ്ട്രീം എടുക്കാറുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പൊ നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. അപ്പൊ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് മിക്കവാറും ഇപ്പൊ ഷീറ്റിലേക്ക് എടുക്കുമ്പോൾ ഈ ഷർട്ടിൽ ഇത്ര പാടുണ്ടെങ്കിൽ ആ 90 ഇരട്ടി വലിപ്പത്തിലാണ് ക്ലോസപ്പിൽ വന്നത്. വൈറ്റ് ഷർട്ടല്ലേ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആദ്യം സൈഡിൽ പുള്ളി കണ്ണൊക്കെ മാത്രം കാണിച്ചിട്ടൊക്കെ കുറെ ദിവസം നടന്നു ഭക്ഷണം കഴിക്കാനൊക്കെ വന്നിട്ട്. അപ്പൊ അങ്ങനെ വളരെ ചില ദിവസങ്ങൾ ഉച്ചക്ക് കഴിക്കാതിരുന്നു, സീനെടുത്ത് കഴിഞ്ഞിട്ട് കഴിക്കാന്ന് വെച്ചു. നേരത്തെ പറഞ്ഞ മാതിരി പുള്ളി ആദ്യത്തെ സീനിൽ അഭിനയിക്കുന്നു. അതായത് മലയാള സിനിമയുടെ നടുമുറ്റത്തേക്ക് നായകനായിട്ട് വരുന്നു.
അപ്പൊ ഒരു പാട്ട് സീനാണ് ഞാൻ എടുത്തോണ്ടിരിക്കുന്നത്. അപ്പൊ പുള്ളി എന്നോട് എപ്പോഴും സംശയം ചോദിക്കും. പുള്ളിക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് ഈ പടത്തില്. അപ്പൊ എന്നോട് ചോദിച്ചു, ഞാനിവിടെ എന്താ ചെയ്യേണ്ടത്? അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങള് ഇങ്ങനെ കിടക്കുന്നു, ആ കിടക്കുന്ന പൊസിഷനൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. നിങ്ങൾ ഈ പാട്ട് കേൾക്കുന്നു. പാട്ട് കേട്ട് കിടക്കുന്നു. പാട്ട് ഞാൻ പറഞ്ഞു ചെവി കൊണ്ട് കേൾക്കാൻ പറ്റില്ല, നിങ്ങളുടെ ഇവിടെ കുത്തിയിട്ടാ പറഞ്ഞത്, ഹൃദയം കൊണ്ട് കേൾക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഹൃദയമില്ലാത്തൊരാൾ ഹൃദയം കൊണ്ട് അങ്ങനെ അദ്ദേഹം ഹൃദയം കൊണ്ട് കേട്ടിട്ടേ ഇപ്പൊ ജലിബായോട് ചോദിച്ചറിയാം, ഇദ്ദേഹം ശരിക്കും നമ്മൾ ഉദ്ദേശിച്ചൊരു ഭാവത്തിലേക്ക് ലാസ്റ്റ് വന്നേക്കാണ്. അതെങ്ങനെ നിർത്തണമെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല, ഞങ്ങൾ കട്ട് പറയാൻ പറ്റുള്ളത്. ഇയാളിങ്ങനെ പോയി കൈവിട്ട് പോയി അങ്ങനത്തെ ഒരു അവസ്ഥയാണ് വന്നേക്കുന്നത്. അപ്പൊ അന്ന് തന്നെ അദ്ദേഹത്തിന്റെ ഉള്ളില് ഉറങ്ങിക്കിടക്കുന്നൊരു കലാകാരൻ, സത്യത്തിൽ ഉറങ്ങിക്കിടക്കണായിരുന്നില്ല, എഴുന്നേറ്റിരിക്കുന്ന കലാകാരൻ അദ്ദേഹത്തിന് മനസ്സിലുണ്ടായിരുന്നു.